ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് മോദിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പുടിൻ കടന്നു വരുമ്പോൾ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ഒരു പുതിയ മുന്നേറ്റമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, ഇന്ത്യയും റഷ്യയും എന്തൊക്കെയോ അണിയറയിൽ ഒരുക്കുന്നുണ്ടെന്ന സൂചനയല്ലേ ഇത്. എന്തായാലും ഈ ഒരു ബന്ധം ചൈനയ്ക്കും അമേരിക്കയ്ക്കും വൻ ആഘാതമാണ് സൃഷ്ടിച്ചത്. പുടിന്റെ ഇന്ത്യക്കാരോടുള്ള സ്നേഹം അവരെ സംബന്ധിച്ചൊരു ശുഭസൂചനയല്ല. വേഗത്തിൽ വളരുന്ന ഇന്ത്യയും സാക്ഷാൽ ലോകൈക ശക്തിയായി റഷ്യയും ചേർന്ന് കഴിഞ്ഞാൽ ഈ ലോകത്ത് പല മാറ്റങ്ങളും സംഭവിക്കും. എന്തായാലും പുടിന്റെ ഈ ഇന്ത്യ ബന്ധത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ബില്യൺ ഡോളറുകളുടെ ഒട്ടേറെ പദ്ധതികളാണ് ഇരു രാജ്യങ്ങളും കൂടി പ്ലാൻ ചെയ്യുന്നത്. എന്തൊക്കെയാണത്? ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന നയങ്ങളിലൂടെ സാമ്പത്തിക വികസനത്തിന് സ്ഥിരമായ സാഹചര്യങ്ങൾ വളർത്തിയെടുക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രശംസിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മോസ്കോയിലെ VDB ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ സംസാരിച്ച പുടിൻ റഷ്യയുടെ ഇറക്കുമതി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാം വഴി ഇന്ത്യയിൽ സമാനമായ ഒരു സംരംഭം ആരംഭിക്കാൻ താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം വിപുലീകരിക്കാനുള്ള റഷ്യയുടെ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി മോദിക്ക് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പേരിൽ സമാനമായ ഒരു പരിപാടിയുണ്ട്. ഇന്ത്യയിൽ ഒരു നിർമ്മാണത്താവളം സ്ഥാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പുടിൻ ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ആദ്യം എന്ന നയത്തിൽ തങ്ങൾ വേഗത്തിൽ ആകൃഷ്ടരായെന്നും പുടിൻ പറയുന്നു. ഇന്ത്യയിലെ നിക്ഷേപങ്ങൾ ലാഭകരമാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നും പുടിൻ വ്യക്തമാക്കി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ന് വരെയുള്ള ഏറ്റവും വലിയ നിക്ഷേപമായ $20 ബില്യൺ റഷ്യയുടെ പൊതു ഉടമസ്ഥതയിലുള്ള എണ്ണ ഭീമനായ റോസ് നെഫ്റ്റിൻ്റെതായിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രധാനമായും സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടെ എല്ലാ മേഖലകളും കുതിച്ചുയരുമെന്നും അത് ഇന്ത്യൻ നേതൃത്വത്തിന്റെ നയമാണെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം സമീപ വർഷങ്ങളിൽ വികസിച്ചിരുന്ന കാഴ്ചയാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ വർഷം $65 ബില്യൺ ഉഭയകക്ഷി വ്യാപാരവും നടത്തി. പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യൻ എണ്ണയുടെ വലിയ ഉപഭോക്താക്കളായി മാറിയിരുന്നു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവെന്ന നിലയിൽ ഇന്ത്യ അതിൻ്റെ 85% ആവശ്യത്തിനും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. റഷ്യ ഇന്ത്യയുടെ മികച്ച വിതരണക്കാരായി മാറിയിരിക്കുന്നു. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റഷ്യയുടെ പങ്ക് ഇന്ത്യ പലപ്പോഴും എടുത്തു കാണിക്കുന്നു. റഷ്യയുടെ എണ്ണയും കൽക്കരിയും ഇന്ത്യ വാങ്ങിയത് ആഗോള ഊർജ്ജ വിപണിയെ സുസ്ഥിരമാക്കാനും വ്യാപകമായ ഊർജ്ജ പ്രതിസന്ധി തടയാനും ഇത് സഹായിച്ചതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ജൂലൈയിൽ റഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ റഷ്യൻ ഇന്ത്യൻ നേതാക്കൾ ഉഭയകക്ഷി വ്യാപാര ലക്ഷ്യം $100 ബില്യൺ ഉയർത്തിയിരുന്നു. കഴിഞ്ഞ വർഷം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി $61.1 ബില്യൺ ആയിരുന്നപ്പോൾ ഇന്ത്യൻ കയറ്റുമതി എന്ന് പറയുന്നത് $4.2 ബില്യൺ ആയിരുന്നു. അതേസമയം മോദിയുടെ ക്ഷണപ്രകാരം പുടിൻ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്രെംലിൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2025 തുടക്കത്തിൽ കൃത്യമായ തീയതി അറിയിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ സഹായി യൂറി ഉഷാക്കോവ് പറയുന്നു. എന്തായാലും ഒന്ന് നമുക്ക് തള്ളിക്കളയാനാകില്ല. അതായത് ഇന്ത്യയിലെ റഷ്യൻ എംബസി പറയുന്നതനുസരിച്ച് പ്രധാനമന്ത്രി മോദിയും പുടിനും ഊഷ്മളമായ ബന്ധം പങ്കിടുന്നവരാണ്. ഇരുവരും ഓരോ 2 മാസത്തിലും പതിവായി ബന്ധം പുതുക്കുന്നവരുമാണ്. ചരിത്രപരമായ 3ാം തവണയും അധികാരമേറ്റതിനു ശേഷം ജൂലൈയിൽ പ്രധാനമന്ത്രി മോദി തന്റെ ആദ്യ സന്ദർശനത്തിനായി റഷ്യയിലേക്ക് പോയിരുന്നു. ഇന്ത്യ റഷ്യ ബന്ധം വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തല നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഒക്ടോബറിൽ റഷ്യ ആതിഥേയത്വം വഹിച്ച ബ്രിക്സ് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി മോദി 2 ദിവസത്തേക്ക് കസാൻ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ പുടിൻ ഒരു ലഘുവായ പരാമർശം നടത്തി. ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധം പങ്കിടുന്നതിനാൽ പ്രധാനമന്ത്രി മോദി തന്റെ പരാമർശങ്ങൾ പരിഭാഷ കൂടാതെ മനസ്സിലാക്കുമെന്ന് കരുതി. തങ്ങളുടെ ബന്ധം വളരെ ദൃഢമായതാണ്. കൂടിക്കാഴ്ചയിൽ പുടിൻ പറഞ്ഞ വാക്കുകളാണിത്. പല അവസരങ്ങളിലും പുടിൻ തന്റെ നല്ല സുഹൃത്ത് എന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ് സൈനിക രംഗത്തെ ഇരു രാജ്യങ്ങളുടെയും കൈകോർക്കൽ. അതായത് ഇപ്പോൾ സൈനിക ശക്തിയിൽ ഏറെ മുൻപന്തിയിലുള്ള ഇന്ത്യയുമായി സൈനികാഭ്യാസങ്ങൾ വിപുലീകരിക്കാൻ ലക്ഷ്യമിടുകയാണ് റഷ്യ ഇപ്പോൾ ഉള്ളത്. ഇത് സംബന്ധിച്ച് ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സൈനികരുടെ പ്രവർത്തന ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംയുക്ത അഭ്യാസം ഉൾപ്പെടെ പ്രതിരോധ സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ റഷ്യൻ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ സമ്മതിച്ചതായി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ മിലിറ്ററി ആൻഡ് മിലിറ്ററി ടെക്നിക്കൽ കോപ്പറേഷന്റെ കീഴിലുള്ള സൈനിക സഹകരണത്തെക്കുറിച്ചുള്ള വർക്കിംഗ് ഗ്രൂപ്പിന്റെ റഷ്യയിൽ നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രതിരോധ രംഗത്തെ സഹകരണം നൂതനമായ സാങ്കേതിക വിദ്യകളും പരിശീലന മാർഗങ്ങളും ഉൾപ്പെടുത്തി വിപുലീകരിക്കാൻ സാധിക്കും.
റഷ്യയുടെയും ഇന്ത്യയുടെയും സംയുക്ത നീക്കം ആഗോളതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ സൂചന കൂടിയാണ്. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ദ്ര, ആവിയ ഇന്ദ്ര, ഇന്ദ്ര നേവി തുടങ്ങിയ നിരവധി സംയുക്ത കര, വ്യോമ, കടൽ അഭ്യാസങ്ങൾ എന്നിവ ഇരു രാജ്യങ്ങളും സംയുക്തമായി ഇതുവരെ നടത്തിയിട്ടുണ്ട്. മികച്ച സായുധ മുറകൾ പങ്കിടുന്നതിനും സംയുക്ത പ്രവർത്തന തന്ത്രങ്ങളും നടപടികളും മെച്ചപ്പെടുത്തുന്നതിനും പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഇത് സഹായിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ റഷ്യ ബന്ധം എന്ന് പറയുന്നത് ഏറെ കാലപ്പഴക്കമുള്ളതാണ്. ഇന്നും ഒട്ടേറെ മേഖലകളിൽ കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം ഇരു രാജ്യങ്ങളും നടത്തുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും 2000 ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് പ്രഖ്യാപനം സ്ഥാപിച്ചിരുന്നു. അത് 2010 ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വളരെ തന്ത്രപരമായ പങ്കാളിത്തമായി ഉയർത്തപ്പെട്ടു. ഉഭയകക്ഷി നിക്ഷേപം $50 ബില്യൺ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നത് ഇരു രാജ്യങ്ങളിലെയും സർക്കാരുകളുടെ മുൻഗണന കൂടിയാണ്. 2025ഓടെ $30 ബില്യൺ ലക്ഷ്യം വെക്കുന്നത്. ഊർജം, വ്യാപാരം, ഉൽപ്പാദനം, വളം, കസ്റ്റംസ് പ്രക്രിയകൾ കാര്യക്ഷമമാക്കൽ തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും സജീവ ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. ഇനിയിപ്പോൾ പുടിൻ്റെ ഇന്ത്യ സന്ദർശനം കൂടി ഉറപ്പായ സ്ഥിതിക്ക് രാജ്യത്ത് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നോർത്ത് സൗത്ത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് കോറിഡോർ, നോർത്തേൺ സീ റൂട്ട്, ചെന്നൈ വ്ലാഡിവോസ്റ്റോക്ക് സീ ലൈൻ എന്നിവയുൾപ്പെടെയുള്ള തന്ത്രപരമായ വ്യാപാര പാതകൾക്കാണ് മുൻഗണന നൽകിയത്. നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും സംയുക്ത പദ്ധതികൾ ആരംഭിക്കാനും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലും വിദ്യാഭ്യാസ മേഖലയിലും സഹകരണം വിപുലീകരിക്കാനും റഷ്യയും ഇന്ത്യയും പരസ്പര സഹകരണത്തോടെ മുന്നിടുന്നുണ്ട്. ഖസാനിലും എക്സ്റ്റൻഡിൻബർഗിലും 2 പുതിയ കോൺസുലേറ്ററുകൾ ആരംഭിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുകയും കൂടംകുളം ആണവ നിലയം ഉൾപ്പെടെയുള്ള ആണവോർജ്ജ പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട്. ഇന്ത്യയുടെ വാണിജ്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $65.70 ബില്യൺ ഇതിൽ $4.26 ബില്യൺ ഇന്ത്യയുടെ കയറ്റുമതിയും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി $61.44 ബില്യണും ഉൾപ്പെടുന്നു. ഫാർമസ്യൂട്ടിക്കൽസ്, ഓർഗാനിക് കെമിക്കൽസ്, ഇലക്ട്രിക്കൽ മെഷീനറി, മെക്കാനിക്കൽ വീട്ടുപകരണങ്ങൾ, ഇരുമ്പ്, സ്റ്റീല് എന്നിവ പ്രധാന ഇന്ത്യൻ കയറ്റുമതിയിൽ ഉൾപ്പെടുന്നവയാണ്. റഷ്യയിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതി എന്ന് പറയുന്നത് എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലെ വളങ്ങൾ, ധാതു വിഭവങ്ങൾ, വിലയേറിയ കല്ലുകൾ, ലോഹങ്ങൾ, സസ്യ എണ്ണകൾ എന്നിവയൊക്കെയാണ്. സേവനങ്ങളിലെ ഉഭയകക്ഷി വ്യാപാരം കഴിഞ്ഞ 5 വർഷമായി സ്ഥിരത പുലർത്തുന്നുമുണ്ട്. വ്യാപാര ബാലൻസ് റഷ്യയ്ക്ക് അനുകൂലവുമാണ്. 2021 ഇത് $1.021 ബില്യൺ ആയിരുന്നു. 2024 ഓഗസ്റ്റിലാകട്ടെ ഇന്ത്യ റഷ്യയിലേക്ക് $505 ദശലക്ഷം കയറ്റുമതി ചെയ്യുകയും $3.58 ബില്യൺ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. അതിന്റെ ഫലമായി $3.07 ബില്യൺ വ്യാപാര കമ്മിയും ഉണ്ടായി. 2023 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് കയറ്റുമതി 42.7% വർദ്ധിച്ചപ്പോൾ ഇറക്കുമതി 39.9% കുറഞ്ഞു. ഇത് ഇന്ത്യയുടെ വർദ്ധിച്ച കയറ്റുമതി അളവ് കാണിക്കുകയും റഷ്യൻ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു, പ്രത്യേകിച്ചും ഊർജ്ജ മേഖലയിൽ. 2018 $30 ബില്യൺ മുൻ ലക്ഷ്യത്തെ മറികടന്ന് 2025ഓടെ $50 ബില്യൺ എന്ന പുതുക്കിയ ലക്ഷ്യത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ റഷ്യൻ നിക്ഷേപം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എണ്ണ, വാതകം, പെട്രോ കെമിക്കൽസ്, ബാങ്കിങ്, റെയിൽവേ, സ്റ്റീൽ തുടങ്ങിയ മേഖലകളിലാണ്. അതേസമയം റഷ്യയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ പ്രധാനമായും എണ്ണയിലും വാതകത്തിലും ഫാർമസ്യൂട്ടിക്കൽസിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയാണ് റഷ്യ. ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ വികസനം ഇന്ത്യൻ വിദേശ നയത്തെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്നുമുണ്ട്. 2000 ഒക്ടോബറിൽ പുടിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇന്ത്യ റഷ്യ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഒപ്പുവെച്ചതിന് ശേഷം ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ എല്ലാ മേഖലകളിലും മെച്ചപ്പെട്ട സഹകരണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. സുരക്ഷ, പ്രതിരോധം, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, ശാസ്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങി എല്ലാ മേഖലകളിലും ഇരു രാഷ്ട്രങ്ങളുടെയും ആഴത്തിലുള്ള ബന്ധം മറ്റ് ലോക നേതാക്കന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. അതോടൊപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.